മാഡം അനീതിക്കെതിരെ നിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. ഈ മാഷിന്റെ ശിക്ഷ കൂടി ആവുമ്പോ അങ്ങനെയല്ലേ വരൂ. ഞാൻ ഇതിനു വേണ്ടി എന്റെ ചോര തന്നെ വീഴ്ത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. എന്നെ സഹായിക്കണം. ഞാനിപ്പോ എന്താ മറുപടി പറയേണ്ടെന്നുള്ളൊരവസ്ഥയില. ഞങ്ങളെപ്പോലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് മുകളിൽ നിന്നുള്ള ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ തന്നെ. എന്തായാലും ആവേശം കെട്ടടങ്ങാതെ തന്നെ മുന്നോട്ട് പോട്ടെ. ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. മോളെ ശാലിനി, നീ ആദ്യമായിട്ടാ ഇതുപോലൊരു വലിയ മിഷൻ ഏറ്റെടുത്ത് പരാജയപ്പെടുന്നത്. അതുകൊണ്ടാ നീ പതറിപ്പോയതും നിനക്കിങ്ങനെ നിരാശ തോന്നിയതും. അതുകൊണ്ടാ കാഹളം പരാജയത്തിൽ നിന്ന് കരകയറി വന്നവനാ. പോലീസിന്റെ അടിയിലും ഇടിയിലും ജീവൻ നഷ്ടപ്പെടുത്താതെ അവസാന ശ്വാസവും പാവപ്പെട്ടവന്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് നന്മ മാത്രം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയവനാ ഇയാള്. മുതലാളിമാരുടെ ക്രൂരതകൾക്കെതിരെ നിരന്തരം സമരമുറകളുമായി പോയതിന് തല്ലിത്തകർത്ത് കൊല്ലാനായി കൊക്കയിൽ വരെ എറിഞ്ഞിട്ടുണ്ട് ഇയാളെ. ആയുസിന്റെ ബലത്തിലും സാധാരണക്കാരന്റെ പ്രാർത്ഥനയിലുമാ മോളുടെ മുന്നിൽ നിൽക്കുന്ന ഇയാൾക്ക് മോൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം. അതെല്ലാം ഈ നാടിന്റെ നന്മയ്ക്കായിട്ടേ വരൂ. കുറുപ്പ് സാറേ, ഞാൻ ഭയന്ന് പിന്മാറിയതൊന്നുമല്ല. എനിക്ക് ചില പരിമിതികളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് അർജുൻ എന്റെ റിലേറ്റീവാ. ഞാൻ വിളിച്ചു പറഞ്ഞോളാം, ഒന്ന് പോയി കണ്ടാ മതി. സ്റ്റേ മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും അർജുനായിട്ട് നോക്കിക്കോളൂ. വളരെ ഉപകാരം മാഡം. ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദിയൊന്നും വേണ്ടടോ. തനിക്ക് കിട്ടുന്ന ഈ നന്മയും പ്രാർത്ഥനയും എന്റെ ശിക്ഷയ്ക്ക് കൂടി കുറച്ച് പകുത്തു കൊടുത്താൽ മതി. ആടോ. അപ്പൊ ശരി. മോളെ, നമ്മൾ മനുഷ്യർക്ക് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതെല്ലാം നമ്മളെ കാർന്നു തിന്നുന്ന തരത്തിലുള്ളതുമായിരിക്കാം. പക്ഷേ നിന്റെ ഈ പദവിക്കൊരു വിലയുണ്ട്. അതിന്റെ മഹത്വവും അതിന്റെ പവറും നീ എന്നും നിലനിർത്തണം. നിന്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഒരിക്കലും അതിന് വിലങ്ങുതടിയാവരുത്. ഉദാഹരണത്തിന്, നമ്മുടെ മന്ത്രിമാരെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പാവപ്പെട്ടവൻ വന്ന് അവന്റെ ഭൂമി ജപ്തിക്കാര്യമോ മറ്റോ പറയുമ്പോ വീട്ടിലെ വഴക്കും കാര്യങ്ങളും വെച്ചുകൊണ്ട് അവനോട് അവർക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ? ഒരു ഔദ്യോഗിക പദവിയിൽ നീ ഇരിക്കുമ്പോ നിന്റെ ചിന്തകളും വാക്കുകളും അതിനു വേണ്ടി തന്നെ ആയിരിക്കണം. നിന്റെ വഴി ഇതാണ്. ഇതിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കും കണ്ണീരിനും യാതൊരു പരിഗണനയും കൊടുക്കരുത്. മോള് മിടുക്കിയാണ്. നീ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽപ്പെട്ട് ഉലഞ്ഞു നിൽക്കേണ്ട ഒരാളല്ല. ഞാൻ പറയുന്നതിന്റെ പൊരുളെന്താണെന്ന് മോൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ കാഹളം കുമാരൻ ജനനന്മയ്ക്കായി ശബ്ദമുയർത്തുന്ന ഒരാളാണ്. ഇയാളുടെ ഈ വഴി നിനക്ക് എന്തുകൊണ്ടും ഗുണമേ നൽകൂ.